السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഇനി വമാലക്കും അല്ലേ, وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. وما لكم എന്തേ നിങ്ങൾക്ക് ലാ തുഖാത്തിലൂൻ യുദ്ധം ചെയ്യാതിരിക്കാൻ, അതായത് നിങ്ങൾ എന്തേ യുദ്ധം ചെയ്യാത്തത് എന്ന്, നിങ്ങൾ എന്തേ യുദ്ധം ചെയ്യാത്തത്. ഇസ്തിഫാമു തൗബീഹ്, എന്തേ യുദ്ധം ചെയ്യാത്തത്, അതെന്താണ്? തൗബീഹിൻ്റെ ഇസ്തിഫാമാണ്, പേടിപ്പിക്കലിൻ്റെ ചോദ്യമാണ്. അതായത് ലാ മാനിയ, എന്തേ യുദ്ധം ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അവിടെ പേടിപ്പിക്കൽ, അല്ല ഉത്തരം കിട്ടാവുന്നതല്ല. അപ്പം എന്താ ഉദ്ദേശം അവിടെ? ലാ മാനിയ, ഒരു തടസ്സവും ഇല്ല അല്ലേക്കും നിങ്ങൾക്ക് മിനൽ ഖിത്താൽ, യുദ്ധം ചെയ്യുന്നതിന് തൊട്ട് ഒരു തടസ്സവും ഇല്ല. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. പിന്നെ ഏതിനും തടസ്സമില്ല. വഫീ തഖ്ലീസിൽ മുസ്തളഅഫീൻ, അല്ല മുസ്തളഅഫീൻ, മുസ്തളഅഫ എന്ന് വെച്ചാൽ ഇസ്തളഅഫ എന്ന് ദുർബലപ്പെടുത്തുകയാണ്. ഇത് മുസ്തളഅഫ ഇസ്മു മഫ്ഊലാണ്, അതായത് ദുർബലരായ ആളുകൾ, മറ്റുള്ളവർ അവരെ ഇസ്തിളാഫ് ചെയ്യും, അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യും. ഇവർ ആ ദൗർബല്യത്തിന് ചൂഷണപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അപ്പോൾ ദുർബലർ. ഈ ദുർബലരായ ആളുകളെ തഖ്ലീസ് ചെയ്യുക, അവരെന്താണ് മോചിപ്പിക്കുന്ന കാര്യത്തിൽ. മിനർ റിജാൽ, അവരാരൊക്കെ ഉണ്ടാവും? പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ടാവും, അന്ധന്മാരുണ്ടാവും, പിന്നെ സ്വാധീനമില്ലാത്ത വികലാംഗരുണ്ടാവും അല്ലേ. വന്നിസാ, സ്ത്രീകളൊക്കെ മൊത്തത്തിൽ ദുർബലരാണ്. വൽ വിൽദാൻ, കുട്ടികളും അവരും ദുർബലരാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇവരൊക്കെ ഈ മുസ്തളഅഫീൻ. അല്ലദീന ഹബസഹും, ഒരു കൂട്ടരാണ് ഹബസഹും, അവരെ തടവിൽ ഇട്ടിട്ടുണ്ട്. അൽ കുഫാറു, മക്കയിലെ കാഫിര്യങ്ങൾ. അനിൽ ഹിജ്റയെ തൊട്ട്. അപ്പോൾ ഹിജ്റ പോകാൻ അവർക്ക് സൗകര്യം ഇല്ല, അവർ ഈ കാഫിര്യങ്ങൾ തടസ്സം നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹിജ്റക്കൊന്നും പോയിട്ട് മക്കയിൽ നിന്നും മദീനട്ട് പോകാൻ കഴിയാത്ത ഈ ദൗർബല്യം അനുഭവിക്കുന്ന ആളുകൾ, അവരെ രക്ഷപ്പെടുത്താൻ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് എന്തേ തടസ്സം? ഒരു തടസ്സവും നിങ്ങൾക്കില്ലല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുലാഫിനെ കളഞ്ഞിട്ടുണ്ടല്ലേ. വൽ മുസ്തളാഫീൻ എന്നുള്ളത് തഖ്ലീസിൽ ഉണ്ടാവും. ഇവിടെ ഫീ പിന്നെ ആവർത്തനാണ്. വമാലക്കും ലാ തുഖാത്തിലുന ഫീ സബീലിൽ അവിടെ ഉള്ളതുകൊണ്ടാണ് ഫീ വീണ്ടും ആവർത്തിച്ചത്. അതിന്മേൽ അത്ഫ് ചെയ്തെന്ന് പറയാം. പക്ഷേ അവിടെ എന്താണ്, ഒരു മുലാഫിനെ കളഞ്ഞിട്ടുണ്ട്, തഖ്ലീസ് എന്ന മുലാഫിനെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, എന്നിട്ട് ആദവും, ഈ കാഫിരീങ്ങൾ ഇവരെ തടഞ്ഞും വെച്ചു, വാദവും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാണ് മക്കയിൽ വെച്ച്. ഇവർക്കാണെങ്കിൽ മദീനട്ട് വരാൻ കഴിയില്ല. മദീനട്ട് ഒന്ന് രക്ഷപ്പെട്ടു, കാരണം മദീന ഇസ്ലാമിൻ്റെ രാജ്യമാണല്ലോ, സ്ഥലമാണല്ലോ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കുന്തു അന വ ഉമ്മി, ഞാനും എൻ്റെ ഉമ്മ ആരാണ്? ഉമ്മു ഫളൽ അല്ലേ, ഉമ്മു ഫളലാണ്. കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠനാണ് ഫളൽ റളിയല്ലാഹു അൻഹു. ഫളൽ ബിൻ അബ്ബാസ് അല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്. ഇതാണ് ഇബ്നു അബ്ബാസ് എന്ന് വെച്ചാൽ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് ആണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഫളൽ ബിൻ അബ്ബാസ്. അപ്പം ജ്യേഷ്ഠൻ, മൂത്ത മകൻ്റെ പേരിൽ ആണ് ആ മഹദി അറിയപ്പെടുന്നത്, ഉമ്മു ഫളൽ. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും തൻ്റെ ഉമ്മു ഫളൽ ബീവിയൊക്കെ എന്തായിരുന്നു? മിൻഹും, അവരുടെ കൂട്ടത്തിലായിരുന്നു. ഈ ദൗർബല്യം അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു, ദുർബലരായിരുന്നു. എങ്ങനെയുള്ള മുസ്തളഫീനാണ്? അല്ലദീന, ഒരുത്തർ. എങ്ങനെയുള്ളവരാണ് അവർ? യഖൂലൂന, അവർ പറയുന്ന വെച്ചാൽ ദാഈന, അവർ തന്നെ ദുആ ചെയ്യുന്നവരായ നിലക്ക്, പ്രാർത്ഥിക്കുന്നവരായ നിലക്ക് അവർ പറയും. എന്താ പറയുക അവർ? യാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജന, ഞങ്ങളെ പുറപ്പെടുവിക്കണേ, മിൻ ഹാദിഹിൽ ഖറിയ, ഈ നാട്ടിൽ നിന്നും, മക്ക, അതായത് മക്കയിൽ നിന്നും. എങ്ങനെയുള്ള നാടാണ്? അല്ലാലിമി അഹ്ലുഹാ, അല്ലാലിമി എന്നുള്ള സിഫത്താണ് കേട്ടോ. സിഫത്ത് രണ്ടു തരം സിഫത്തുണ്ടല്ലോ. ഇത് സബബിയത്താണ് ഇവിടെ, അതായത് ആ ഗ്രാമമല്ല അക്രമി, പിന്നെന്താണ്? അല്ലാലിമി അഹ്ലുഹാ, അത് ടോട്ടലായിട്ടാണ് ഇതിൻ്റെ സിഫത്തായിട്ട് വരിക. ആ ഗ്രാമത്തിലുള്ള അഹ്ല്, അവിടുത്തെ ആളുകൾ, ആ മക്കയിലുള്ള ആളുകൾ അല്ലാലിം, എന്താണ്? ലാലിമാണ്. അങ്ങനത്തെ ഗ്രാമം, അങ്ങനത്തെ ഈ മക്ക എന്ന ഗ്രാമം, ആ മക്ക എന്ന ഗ്രാമം അല്ല, മക്ക എന്ന നാട് അല്ലേ. കറിയ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലമായിരിക്കും ഉണ്ടാവുക. എന്തായാലും പോട്ടെ.
അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിക്കണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എന്തുകൊണ്ടാണ് അവർ ലാലിമാവുന്നത്? അവിടെയുള്ള ആളുകൾ ബിൽ കുഫ്രി, കുഫ്രു കൊണ്ട് സത്യനിഷേധം എന്നുള്ള ഏറ്റവും വലിയ അക്രമമല്ലേ. ഞങ്ങൾക്ക് നീ ആക്കണേ അള്ളാഹുവേ, മില്ലദുൻക നിന്റെ അടുക്കൽ നിന്നും നീ സ്ഥാപിക്കണേ, നീ തയ്യാറാക്കി തരണേ, മിൻ ഇന്ത്യക നിന്റെ അടുക്കൽ നിന്നും വലിയ എന്ന് വെച്ചാൽ ഒരു കൈകാര്യകർത്താവിനെ, എത്തവല്ല അദ്ദേഹം ഏറ്റെടുക്കും ഉമൂറനെ ഞങ്ങളുടെ കാര്യമൊക്കെ നടപ്പാക്കുന്ന ഒരു നല്ലൊരു വലിയനെ ഞങ്ങൾക്ക് തരണേ. അല്ലാതെ മറ്റേ നമ്മൾ കറാമത്തുള്ള വലിയെന്നല്ല, മറിച്ചാണ് കൈകാര്യകർത്താവ്, നമ്മുടെയൊക്കെ രക്ഷിതാവ് എന്ന് വലിയെന്ന് പറയില്ലേ, അത് തന്നെ. വജഅല്ലന ഞങ്ങൾക്കാക്കി തരണേ, നിന്റെ അടുക്കൽ നിന്നും നസീറ ഒരു സഹായി, യംനഉനാ മിൻഹും ആ കാഫിരീങ്ങളെ തൊട്ട് ഞങ്ങളെ തടയും, അവരുടെ ഉപദ്രവത്തെ തൊട്ട് ഞങ്ങളെ തടയുന്ന സഹായി. നസ്ർ എന്ന് വെച്ചാൽ ശരിക്കും എന്തെങ്കിലും കൊടുത്ത് സഹായിക്കലല്ലോ, തടഞ്ഞ് സഹായിക്കല്ല, ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ നിന്ന് തടഞ്ഞ് സഹായിക്കണം. വഖദ് ഇസ്തജാബ അല്ലാഹു അല്ലാഹു തീർച്ചയായും ഉത്തരം ചെയ്തിട്ടുണ്ട് ദുആഅഹും അവരുടെ പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഫയസ്സറ അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു ലിബഅദിഹിം അവരിൽ ചിലർക്ക് അൽ ഖുറൂജ പുറപ്പെടലിനെ, ആ മക്കയിൽ നിന്ന് മദീനട്ട് വരവ് എളുപ്പമാക്കി കൊടുത്തു. എന്നിട്ട് ചിലരങ്ങനെ രക്ഷപ്പെട്ടു, അത് എളുപ്പമാക്കി, പ്രാർത്ഥന സ്വീകരിച്ചു. എന്നാൽ ബഖിയ ബഅദുഹും അവരിൽ ചില ആളുകൾ ബാക്കിയായി. ഏതുവരെ? ഇലാ അൻ ഫുത്തിഹത്ത് മക്ക ഇസ്ലാമിന് അധീനമാകുന്നവരും വരെ. അപ്പോൾ ഫുത്തിഹത്ത് എന്നാണ് വായിക്കുക. ഫാത്തിഹ ആരാണ്? അള്ളയാണ് തുറക്കുന്നത്. ആ സ്ഥലം എന്താണ്? മഫ്തൂഹാണ്, അതാ പറഞ്ഞ ഫുത്തിഹത്ത്. അപ്പോൾ കീഴ്പ്പെടുത്തുക എന്നാണ്, കീഴ്പ്പെടുത്തി കൊടുക്കുകയാണിത് ഫതഹ് ചെയ്യുക എന്ന് വെച്ചാൽ. അപ്പം ഫുത്തിഹത്ത് മക്ക ഇസ്ലാമിനെ കീഴ്പ്പെടുത്തപ്പെടുന്നവിടം വരെ. വവല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ അധികാരം നൽകുന്നവിടം വരെയും അലൈഹിം അവർക്ക് മേൽ, ആ മക്കയുള്ള ആളുകളുടെയൊക്കെ ഇതിൽ അധികാരം ആർക്കാണ് നൽകിയത്? അത്താബിൻ അസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കാര്യം, ഇവരുടെ മേലുള്ള കാര്യമൊക്കെ നബിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം മക്കം ഫതഹായി, അതുപോലെ തന്നെ അത്താവിന് അസീദ് റളിയല്ലാഹു അൻഹു ഇവിടുത്തെ കാര്യമൊക്കെ ഏൽപ്പിച്ചു. എന്നിട്ട് അൻസഫ അദ്ദേഹം നീതിപൂർവ്വം കാര്യങ്ങൾ നടത്തി. മളുലൂമഹും അവരിലുള്ള മളുലൂം ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം നീതി വാങ്ങിക്കൊടുത്തു. മിൻ ലാലിഹിം അവരുടെ കൂട്ടത്തിൽ ആക്രമിച്ച ആളുകളിൽ നിന്നും. അപ്പോൾ ഇത്രയും കാലം നടത്തിയ ആളുകളിൽ നിന്നും നീതി വാങ്ങിക്കൊടുത്തു. ആർക്ക്? ആക്രമിക്കപ്പെട്ടവർക്ക്. ആര്? അള്ളാഹുവിൻ്റെ റസൂൽ അധികാരമേൽപ്പിച്ച അത്താവിന് അസീദ് റളിയല്ലാഹു അൻഹു. ഇനി അല്ലദീന ആമനു യുഖാതിലൂൻ, അല്ലദീന ഒരു കൂട്ടർ, ആമൻ അവർ വിശ്വസിച്ചിട്ടുണ്ട്, യുഖാതിലൂൻ അവരെന്താ ചെയ്യുക? അവർ യുദ്ധം ചെയ്യും, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വല്ലദീന ഒരു കൂട്ടർ അങ്ങനെയുള്ളവരാണ് കഫറു അവർ സത്യം നിഷേധിച്ചിരിക്കുന്നു. യുഖാതിലൂൻ അവർ യുദ്ധം ചെയ്യും. ആരോടെ യുദ്ധം ചെയ്യുക? ഫീ സബീൽ താഗൂത്തിൻ്റെ വഴിയിൽ. താഗൂത്ത് പലവട്ടം വന്നാണ് അശ്ശയാത്തീൻ അല്ലെങ്കിൽ ഷെയ്ത്താൻ പിശാചിൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. നല്ല വിശ്വസിച്ച ആളുകളോ അള്ളാഹുവിൻ്റെ മാർഗത്തിലും. അപ്പോൾ അത് കാരണത്താൽ എന്ത് ചെയ്യുക? കാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യണം. ഔലിയ ഷെയ്ത്താൻ്റെ ഉറ്റമിത്രങ്ങളോട്, അതായത് അൻസാറ ദീനിഹി ഷെയ്ത്താൻ്റെ ദീനിനെ സഹായിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളടക്കമുള്ള ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അതായത് ഷെയ്ത്താൻ്റെ മതം എന്ന് വെച്ചാൽ ഇസ്ലാമേതര മതങ്ങൾ, അതിനെ സഹായിക്കുന്ന, അതാണ് ഷെയ്ത്താൻ്റെ ഔലിയ അല്ലെ, ഷെയ്ത്താൻ്റെ ഉറ്റമിത്രങ്ങൾ. അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അതുകൊണ്ട് ആ യുദ്ധം ചെയ്താലോ തഗ്ലിബൂഹും നിങ്ങൾ അവരെ തോൽപ്പിക്കും. ഗലബ യഗ്ലിബു തഗ്ലിബൂന എന്നുണ്ടാവും. അപ്പോൾ അവിടെ എന്താകുന്നതാണ്? ഇത് അംബറിൻ്റെ ജവാബല്ലേ, അപ്പം നൂന് പോയിട്ടാണല്ലോ അതിൻ്റെ ഇറാബ് വരിക. അപ്പം ജസ്മ് അല്ലേ, ജസ്മ് എന്തുകൊണ്ടാണ്? നൂനെ കളഞ്ഞിട്ട്. അപ്പം തഗ്ലിബൂഹും നിങ്ങൾ അവരെ തോൽപ്പിക്കും. ലിഖുവത്തിക്കും നിങ്ങൾക്കുള്ള ശക്തി കാരണത്താൽ, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, അതായത് അള്ളാഹ് നിങ്ങൾക്ക് ശക്തി നൽകിയിട്ടുണ്ടല്ലോ, ആ ശക്തി കാരണത്താൽ നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കും. ഇന്ന കൈത ഷെയ്ത്താൻ നിശ്ചയം പിശാചിൻ്റെ കുതന്ത്രം, ബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോടുള്ള പിശാച് കുതന്ത്രം പ്രയോഗിക്കുമല്ലോ, ആ കുതന്ത്രം കാന ലൈഫ അത് വെറും ലൈഫാണ്, ദുർബലമാണ്. വാഹിയ വെറും ദുർബലമാണ്. വാഹിയ എന്ന് വെച്ചാൽ ദുർബലമാണ്. ലാ യുഖാബിമു അത് കിടപിടിക്കുകയില്ല. ഖൈദല്ലാഹി അള്ളാഹുവിൻ്റെ കുതന്ത്രത്തോട് ബിൽ കാഫിരീങ്ങളോടുള്ള. അപ്പോൾ അള്ളാഹു കാഫിരീങ്ങൾക്കെതിരെയും കുതന്ത്രം പ്രയോഗിക്കുന്നു, ഷെയ്ത്താൻ മുഅ്മിനീങ്ങൾക്കെതിരെയും കുതന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ ഷെയ്ത്താൻ മുഅ്മിനീങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആ കുതന്ത്രം
അള്ളാഹു കാഫിര്യങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന കുതന്ത്രത്തോട് കിടപിടിക്കൂല, നോക്കൂല. അള്ളാഹുടെ തന്ത്രം വല്ലാത്ത തന്ത്രമാണ്. അള്ളാഹുടെ കുതന്ത്രം എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുടെ കുതന്ത്രമല്ല, അള്ളാഹുവിൻ്റെ തന്ത്രം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഷെയ്ത്താൻ്റെ കുതന്ത്രം ആയതുകൊണ്ട് അതിനോട് ഒപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ബദീൻ്റെ കിതാബിലൊക്കെ ഓതിയിട്ടുണ്ടല്ലോ. പിന്നെ അലം തറ, അങ്ങ് കണ്ടില്ലേ, ഇലല്ലദീന, ഒരു കൂട്ടരിലേക്ക്, അതായത് ഒരു കൂട്ടരിലേക്ക് നോക്കിയില്ലേ, അവരെ പറ്റി നോക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ആലോചിച്ചില്ലേ? അവരെന്താ ചെയ്തത്? എങ്ങനെയുള്ളവരാണ് അവർ? ഖീലലഹും, അവരോട് പറയപ്പെട്ടു, കുഫൂ ഐദിയക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ പിടിച്ചു വെക്കുക, അവിടെ തന്നെ വെച്ചോ. അൻ കിതാലിൽ കുഫാർ, കാഫിര്യങ്ങളുടെ യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട്. കാഫിര്യങ്ങളുടെ യുദ്ധം ചെയ്യാൻ പോകണ്ട, കൈ അവിടെ ഒതുക്കി വെച്ചോ. എപ്പോഴാണ് പറഞ്ഞത്? അവരോട് പറയപ്പെട്ടത് ലമ്മാ ത്വലബൂഹു, അവർ നബിതങ്ങളോട് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ലമ്മാ തലബൂഹു അല്ല തലബൂഹു, അവർ അതിനാവശ്യപ്പെട്ടപ്പോൾ. നബിതങ്ങളോട് അവർ യുദ്ധം ചെയ്യട്ടെ എന്ന് ആവശ്യപ്പെട്ടു. ഒരു മഫൂല് കളഞ്ഞു നോക്കണം. പിന്നെ ഒരു ഒറ്റ മഫൂലിലൂടെ പറഞ്ഞു, രണ്ടെണ്ണമാണോ? നബിതങ്ങളോട് യുദ്ധത്തെ ആവശ്യപ്പെട്ടപ്പോൾ, യുദ്ധം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ. മക്കയിൽ വെച്ച്. എന്താ കാരണം? അതിൽ കുഫാരി, കാഫിര്യങ്ങൾ ഉപദ്രവിച്ചത് കാരണത്താൽ, ലഹും, അവരോട്. അപ്പോൾ നബിതങ്ങളോട് അന്ന് ഇവർ മക്കയിലായിരുന്നു ചോദിച്ച്, നബിയെ കാഫിര്യങ്ങൾ വല്ലാത്ത ഉപദ്രവം, നമ്മൾ അവരോട് യുദ്ധം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബിതങ്ങൾ അള്ളാഹ് ഓർഡർ കൊടുത്ത് നബിതങ്ങളോട് എന്ത് ചെയ്യുക? തൽക്കാലം കയ്യൊക്കെ അവിടെ വെക്കുക, യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞു. വഹും, അതാരാണ്? ജമാഅത്തു മിന സഹാബത്തിൽ നിന്നും ഒരു സംഘമാണ്. എന്നിട്ട് അവരോട് പറഞ്ഞ് കൈ ഒതുക്കി വെക്കുക, എന്ന് വെച്ചാൽ കൈ പിടിച്ചു വെക്കുക എന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട, യുദ്ധം ഒന്നും ചെയ്യേണ്ട. വാക്കീമുസ്സല, നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം തൽക്കാലം നിസ്കാരം നിർവഹിക്കുക കൃത്യമായിട്ട്, അല്ലേ? വാക്കീമുസ്സല, നിസ്കാരം നിലനിർത്തുക. വആതൗസക, എന്ത് ചെയ്യുക? സക്കാത്ത് കൊടുത്തുവിട്ട. ഫലമ്മ കുത്തിബാന്ന് വെച്ചാൽ ഫുരിദ അലൈഹിം, അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, അങ്ങനെ അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ എന്ത്? അൽഖിതാൽ, യുദ്ധം ചെയ്യൽ നിർബന്ധമാക്കപ്പെട്ടു. അന്ന് മക്കയിൽ ചെയ്യലില്ലായിരുന്നു, പിന്നീടാണ് യുദ്ധം നിർബന്ധമായത്. അങ്ങനെ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഇതാ ഫരീഖും മിൻ, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം, യഖ്ശൗന, അവർ പേടിക്കുകയാണ്, യഖാഫുന, അവർ പേടിക്കുന്നു, അന്നാസ്, ജനങ്ങളെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളാണോ? അല്ല, നമ്മുടെ ശത്രുക്കൾ ആരാണ്? അൽ കുഫാറ, കാഫിര്യങ്ങൾ, സത്യനിഷേധികളെ അവർ പേടിക്കുന്നു. അതായത് അവരെ പേടിക്കാന്ന് വെച്ചാൽ അദാബഹും, അവർ തങ്ങളെ ശിക്ഷിക്കുമോ, ബിൽ കത്തിൽ വല്ല കൊന്നിട്ട് നമ്മളെ വന്നല്ലേ ശിക്ഷിക്കുമോ എന്ന് പേടിക്കുന്നു. ഇതുപോലെ കഹഷിയത്തിഹിം, അവരുടെ ഭയം പോലെ, അദാബല്ലോ, അവർ പേടിക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ ശിക്ഷനെ അങ്ങനെയാണോ അവർ പേടിക്കുന്നത്? അതേപോലെ കാഫിര്യങ്ങൾ തന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിക്കുക. അങ്ങനെ ആവശ്യമുണ്ടോ? അള്ളാഹുടെ ശിക്ഷ അത് കഠിന കഠോരാണ്. പക്ഷെ ഇവരുടെ ഈ കാഫിര്യങ്ങളുടെ ശിക്ഷനെ അതുപോലെ പേടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെന്താണ്? അശദ്ധ ഹഷ്യ, അതിനേക്കാൾ ശക്തമായിട്ട് പേടിക്കുന്നു. അശദ്ധ ഹഷ്യ, അല്ലേ? പേടിയാൽ അശദ്ധായ, ശക്തമായ, അപ്പം കൂടുതൽ പേടിക്കുന്നു. അള്ളാഹുടെ ശിക്ഷയേക്കാൾ, ഒന്നുകിൽ അള്ളാഹുടെ ശിക്ഷ പോലെ കാഫിര്യങ്ങളുടെ ശിക്ഷനെ ഇവർ പേടിക്കുന്നു, കാഫിര്യങ്ങൾ കൊന്നുകളയാണ്. അല്ലെങ്കിൽ അള്ളാഹുടെ ശിക്ഷനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ കാഫിര്യങ്ങളുടെ ശിക്ഷനെ പേടിക്കുന്നു. അപ്പം ആ ഒരു കോലത്തിലായി. ആദ്യം യുദ്ധം ചെയ്യട്ടെ എന്ന് ചോദിച്ചവരാണ് അവർ. ചില ആളുകൾ യുദ്ധം നിർബന്ധമാക്കുമ്പോഴും പേടിച്ചു. അശദ്ധ ഹഷ്യ, പേടിയാൽ ശക്തമായത്. എന്തിനേക്കാൾ? മിൻ ഹഷിയത്തിഹിം ലഹു, അവർ അള്ളാഹുവിൻ്റെ പേടിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുന്നതിനേക്കാൾ ഈ കാഫിര്യങ്ങൾ തങ്ങളെ കൊന്നിട്ട് ശിക്ഷിക്കുമോ എന്നാണ് പേടിക്കുന്നത്. നുസീബ അശദ്ധ എന്നതിന്, അല്ലേ? അശദ്ധ എന്നതിന് നസ്ബ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഹാല് എന്ന തർക്കീബ് പ്രകാരം. അപ്പം അവർ പേടിക്കുന്നു, കഹഷ്യത്തില്ല, അള്ളാഹിനെ പേടിക്കുന്നത് പോലെ, അല്ലേ? അതല്ല, ആയത്ത് അങ്ങനെയാണ്, കഹഷ്യത്തില്ല ഔ അശദ്ധ ഹഷ്യ എന്ന് പറഞ്ഞു. ഇനി ഈ അശദ്ധ എന്നുള്ള എന്താണ്? ഹാലാണ്. അങ്ങനെ വെക്കണം, ഹാലാണ്. അപ്പം അവർ തന്നെ എന്തായ നിലക്ക്? പേടിയാൽ ശക്തമായവരായ നിലക്ക്, പേടിയാൽ ശക്തമായവരായ നിലക്ക്. എന്തിനേക്കാൾ? മിൻ ഹഷ്യത്തിഹിം ലഹു, അവർ ഇതിനെ പേടിക്കുന്നതിനേക്കാൾ, അള്ളാഹുടെ ശിക്ഷയെ പേടിക്കും. ഇനി ജവാബ് എന്തിൻ്റെ? ജവാബുന്നേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? അപ്പം ജവാബു എന്ന് വെച്ചാൽ ജവാബു അമ്മയാണ്, അല്ല ലമ്മയാണ്. ലമ്മ പറഞ്ഞില്ലേ? ഫലമ്മ കുത്തിബ അലൈഹിം, അവരുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ. ജവാബുൻ അല്ല, ജവാബു ലമ്മ എന്നാണ് കേട്ടോ, ജവാബു ലമ്മ. ആ ലമ്മയുടെ ജവാബ് ദല്ല അലൈഹി, അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. ആ ലമ്മയുടെ ജവാബിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് ഇതാ വമാ ബാദഹ, ഇതേയും അതിൻ്റെ ശേഷമുള്ളത്, ഇതേയും അതിൻ്റെ ശേഷം. കാരണം ലമ്മ കുത്തിബ അലൈഹിമുൽ ഖിതാൽ, അവരുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ. ഇതാ ഫരീഖും മിൻഹും, അപ്പം ഇതേയും അതിൻ്റെ ശേഷമുള്ളത് അതിൻ്റെ ജവാബിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. ജവാബാണോ? ജവാബല്ല. കാരണം ഇതേയും അതിൻ്റെ ശേഷമുള്ള ജവാബായിട്ട് വരാൻ പറ്റില്ല. ജവാബല്ലെങ്കിലും ഇത് അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അറിയാവുന്ന പിന്നെ കളയാമല്ലോ. അങ്ങനെ അതായത്
അവരിങ്ങനെ പേടിക്കുന്നു യക്ഷൗനന്നാസ എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്ന് മനസ്സിലായി ഫാജ അത്ഹുമുൽ ഖശ്യത്തു, അവരെ പൊട്ടുന്നതിനെ ഭയം പിടികൂടി. വേഗം അവരോട് പറഞ്ഞ് ഇതുവരെ യുദ്ധം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ എന്തായി, അവരെ വേഗം ഭയം പിടികൂടി. അപ്പോൾ കാലു അവർ പറഞ്ഞു പേടിച്ചത് കാരണത്താൽ മിനൽ മൗത്തി, മരണത്തെ പേടിച്ച കാരണത്താൽ അവരെന്ത് പറഞ്ഞു, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ലിമ കതബത അലൈന, എന്തിനാണ് നീ ഞങ്ങളുടെ മേൽ നിർബന്ധമാക്കുന്ന അൽ ഖിതാല യുദ്ധം ചെയ്യലിനെ, ലൗല എന്ന് വെച്ചാൽ അത് തഹ്ദീദിനാണ്, ഒരു ഇങ്ങനെ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടിച്ചിട്ടൊരു ആ ഒരു ചോദ്യം, അല്ല ബുദ്ധിമുട്ടി മനഃപൂർവ്വമല്ല, ഇടങ്ങേറാക്കി ചോദിക്കാന്നൊക്കെ പറയില്ലേ, ലൗല അല്ല അഖറത്തന, നമുക്ക് നിനക്ക് പിന്തിപ്പിച്ചുകൂടെ അല്ല, ഞങ്ങളെ നിനക്ക് പിന്തിപ്പിച്ചുകൂടെ, ഇല്ല അതിലും കരീബ് ഒരു അടുത്ത അവധി വരെ, ഇപ്പം യുദ്ധം ചെയ്യാൻ പറയില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു സാവകാശം. അപ്പോൾ കുൽനബിയെ അങ്ങനെ ഇവർ പറഞ്ഞു, കുൽനബിയേലോ അങ്ങ് പറയുക ലഹുമ അവരോട് പറഞ്ഞു കൊടുക്കുക, മത്താവ് ദുനിയാവിൻ്റെ മത്താവ്, ദുനിയാവിൻ്റെ ചരക്ക്, അതായത് മാ യുതമത്തഉ ബിഹി, ഏതുകൊണ്ടാണോ സുഖം അനുഭവിക്കപ്പെടുന്നത് ഫിഹാ ദുനിയാവിൽ. അപ്പോൾ ദുനിയാവിൽ നമ്മൾ പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് അവൽ ഇസ്തിംതാഉ ബിഹ, അല്ലെങ്കിൽ ഈ ദുനിയാവിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സുഖം അനുഭവിക്കുക, രണ്ടും ആവാം, രണ്ട് രൂപത്തിൽ തഫ്സീർ ചെയ്യുക. അതെന്താണ് ഖലീൽ, വളരെ തുച്ഛമാണ്. തുച്ഛം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ആയിലൊരു ഫനായി, നാശത്തിലേക്ക് മടങ്ങുന്നതാണ്. ആല യഈലു അല്ലെ, അല്ല ആല യഊലു, ആ ഇലെന്ന് വെച്ചാൽ മടങ്ങുന്നതാണ്, ഇലുൽ ഫനായി നാശത്തിലേക്ക്. ദുനിയാവിൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് നാശത്തിലേക്ക് മടങ്ങുന്നതാണ്. വൽ ആഖിറത്തു, ഇനി ആഖിറമോ പാരത്രിക ലോകമോ, പാരത്രിക ലോകം എന്ന് വെച്ചാൽ അയൽ ജന്നാണ്, സ്വർഗ്ഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കുല്ല് പറഞ്ഞൊരു ജുസ് ഉദ്ദേശിക്കുകയാണ്. ഖൈറുൽ ലിമൻ ഇത്തഖാ, തഖ്വയുള്ള ഒരാൾക്ക് ഏറ്റവും ഉത്തമം അതാണ്. തഖ്വയുള്ള എന്ന് വെച്ചാൽ സൂക്ഷിച്ച ആൾക്ക്, സൂക്ഷ്മത പുലർത്തിയ ആൾക്ക് നല്ലത് അതാണ്, സ്വർഗ്ഗമാണ്, ആഖിറമാണ്, ആഖിറത്തിലെ സ്വർഗ്ഗമാണ്. എന്തിനു സൂക്ഷിച്ച ആൾക്ക് അദാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ, എങ്ങനെ ബിതർക്കി മാസിയത്തിഹി, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കാതിരിക്കൽ കൊണ്ട്, വലാ തുല്ലമൂൻ, നിങ്ങൾ അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല, ബിത്തായി അങ്ങനെ, അല്ലെങ്കിൽ വലിയ ആവുകൊണ്ടാണെങ്കിൽ അവർ അക്രമം പ്രവർത്തിക്കപ്പെടില്ല, അവരോട് അല്ലെങ്കിൽ നിങ്ങളോട് അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. അതെങ്ങനെയാണ്, അഥവാ തുൻ കസൂന, കുറക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾക്ക്, പിന്നെ ആമാലിക്കും നിങ്ങളുടെ അമലുകളിൽ നിന്ന്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത്, തിന്മയല്ല നന്മ ചെയ്താൽ ഒരു കുറവുണ്ടാവില്ല. ഫത്തീല, ഒരു ഫത്തീലിനാൽ പോലും അക്രമം ഉണ്ടാവില്ല എന്ന്. ഫത്തീൽ എന്ന് വെച്ചാൽ കദറ കിഷ്റത്തിൻ നവാത്തി, ഈന്തപ്പന കുരുവിൻ്റെ തോലിൻ്റെ അത്ര അളവ്, അത്ര പോലും നിങ്ങളോട് അക്രമം പ്രവർത്തിക്കാമെന്ന അത്ര പോലും നിങ്ങളുടെ അമലിൽ നിന്നും ഒരു കുറവുണ്ടാവില്ല, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ വേറെ ഇവിടെ തഫ്സീർ കൊടുത്തിട്ടില്ല, മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ തിന്മയുടെ ശിക്ഷ ഒരാണ് മണി പോലും എന്താവില്ല, വർദ്ധിപ്പിക്കൂല എന്നാണ്. ഫജാഹിദു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം പറഞ്ഞ പരിപാടി നിങ്ങൾ യുദ്ധം ചെയ്യുക. അയിനമാ തകൂനും, നിങ്ങൾ എവിടെയാണെങ്കിലും, യുദിരിക്കും നിങ്ങളെ പിടികൂടും, അൽ മൗത്തു മരണം, വലൗ കുന്തും നിങ്ങളായാലും ശരി, ഫി ബുറൂജിൻ, ബുറൂജ് എന്ന് വെച്ചാൽ ഹുസൂൻ, കോട്ടകളിൽ, നിങ്ങൾ കോട്ടകളിലാണെങ്കിലും ശരി, മുഷയ്യത എന്ന് വെച്ചാൽ ഉയർത്തപ്പെട്ട, നല്ല ഉയരം ഉണ്ടാവും, കോട്ടയ്ക്ക് നല്ല സംരക്ഷണമായിരിക്കുമല്ലോ, പുറത്തുനിന്ന് ശത്രുക്കളുടെ ആക്രമണമൊന്നും പേടിക്കണ്ട. മുഷയ്യത എന്ന് വെച്ചാൽ മുർത്തഫിയ, ഉയർന്ന കോട്ട അല്ലെ. മുഷയ്യത ഷയ്യദയുടെ ഇസ്മു മഫൂലാണ്, ഇർത്തഫയുടെ ഇസ്മു ഫായിലാണ് മുർത്തഫിയ, അതായത് ഉയർന്ന കോട്ടയിലാണെങ്കിലും ശരി, കോട്ടകളിലാണെങ്കിലും ശരി. ഫല തഖ്ഷുൽ ഖിതാൽ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്താ പറയുക, യുദ്ധത്തെ എന്ത് ചെയ്യില്ല, പേടിക്കൂല. യുദ്ധം പേടിക്കേണ്ട ആവശ്യമില്ല, കോട്ടക്കുള്ളിലല്ലേ, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവില്ല. അതാ നിങ്ങൾ എന്തിനാ കോട്ടക്കുള്ളിലായത്, അത് ഹൗഫൽ മൗത്തി, മരണത്തെ പേടിച്ചതിന് വേണ്ടി. അപ്പം മരണത്തിനെ പേടിച്ചതിന് വേണ്ടി, അത് അതിനോട് ബന്ധപ്പെട്ട്, മരണത്തെ പേടിച്ചതിന് വേണ്ടി നിങ്ങൾ കോട്ടക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. ഇനി അത് കഴിഞ്ഞ് വൈൻ തുസിബുഹും, അവർക്ക് ബാധിച്ചാൽ എന്ന് വെച്ചാൽ അവർക്ക് എത്തിച്ചേർന്നാൽ, അയിൽ യഹൂദ ജൂതന്മാർക്ക് വന്നാൽ, ആ സ്ഥലത്ത് എന്തെങ്കിലും ഗുണം, ഹിസ്ബുൻ ക്ഷേമം, പിന്നെ വസഅത്തുൻ വിശാലത, ഭക്ഷണ വിശാലത, സാമ്പത്തിക വിശാലത ഒക്കെ വരാം. അങ്ങനെയൊക്കെ വന്നാൽ യക്കൂലു അവർ പറയും, ഹാദി ഇതേ മിൻ ഇന്ദില്ലോ, ഇത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണെന്ന് അവർ പറയും. വൈൻ തുസിബും ചെയ്യുക, അവർക്ക് എന്തായാലും മോശം വല്ല എന്തെങ്കിലും മോശകരമായത് ബാധിച്ചാൽ, അതായത് ജദബ് ക്ഷാമം, ബലാ ഉൻ എന്തെങ്കിലും ബലാ പരീക്ഷണം, അതൊക്കെ വന്നാൽ കമാ ഹസല്ലഹും അവർക്ക് കിട്ടിയതുപോലെ, എപ്പോൾ ഇന്ദ ഖുദൂമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വേളയിൽ, എവിടെ നിബിധങ്ങൾ ചെന്ന വേളയിൽ, അൽ മദീനയിൽ. അപ്പോൾ മദീനയിലേക്ക് ചെന്നപ്പോൾ അവർക്ക് എന്തെല്ലോ പ്രശ്നങ്ങൾ വന്നു ജൂതന്മാർക്ക്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബലാ മുസീബത്തൊക്കെ അവർക്ക് വരുമ്പോൾ യഖൂലു അവർ പറയും, ഹാദിഹി ഇത് നിൻ്റെ അടുക്കൽ നിന്നാണ് വന്നതെന്ന് പറയും. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദേ നിൻ്റെ അടുക്കൽ നിന്നാണ് ഇതെല്ലാം വന്നതെന്ന്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നന്മ വന്നാലും പറയും അള്ളാഹിൻ്റെ അടുക്കുന്നത്, എന്തെങ്കിലും മോശം വന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയ വേളയിൽ
എന്തെല്ലാം അവർക്ക് എന്തെല്ലാം കുഴപ്പം പറ്റിയപ്പോൾ അവർ പറഞ്ഞു ഇത് നീ വന്നുകൊണ്ടാണ് മുഹമ്മദേ എന്ന് പറയും. അതായത് ബിഷു ഉമിക്ക, നിൻ്റെ അവലക്ഷണം ദുർലക്ഷണം കാരണത്താലാണ്. കൊൽ നബിയേ അങ്ങ് പറ ലഹും അവരോട്, കുല്ലുൻ എല്ലാം എന്ന് വെച്ചാൽ മിനൽ ഹസനത്തി വസയ്യ, നന്മയും തിന്മയൊക്കെ ഗുണവും ദോഷമൊക്കെ അതൊക്കെയും മിൻ ഇൻദില്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. അതായത് മിൻ ഖിബലിഹി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഫമ പിന്നെന്താണ് ലിഹാഉല ഈ കൂട്ടർക്ക്, ഫമ പിന്നെന്താണ് ലിഹാഉല ഈ കൂട്ടർക്ക്, അൽ കൗമി ഈ സമൂഹത്തിന് എന്തേ, ലാ യകാദൂന അവർ അടുക്കുകയില്ല, യഫ്ഖഹൂന മനസ്സിലാക്കാൻ അടുക്കുകയില്ല, അതായത് ലാ യുഖാരിബൂന അവർ അടുക്കുന്നില്ല, അയ്യഫമൂ മനസ്സിലാക്കാൻ, ഹദീസൻ സംസാരത്തെ. എങ്ങനത്തെ സംസാരം, യുൽഖായിലേയും അവരിലേക്ക് ഇടപെടുന്നു അങ്ങനത്തെ സംസാരത്തെ. അപ്പോൾ അവരിലേക്ക് നമ്മൾ പറയുമ്പോൾ ഹിതാബ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്ന സംസാരം അവർ മനസ്സിലാക്കുകയില്ല എന്നല്ല, മനസ്സിലാക്കാൻ അടുക്കുക പോലും ഇല്ല എന്നവർ. അപ്പോൾ ഇവിടുത്തെ ഇസ്തിഫാമു തഅജ്ജുബിൻ്റെ ഇസ്തിഫാമിൻ്റെ മായാണ് ഇവിടെ. അപ്പം ലിഹാഉല ഈ ഖൗം ഈ സമൂഹത്തിന് എന്തേ പറ്റി എന്നാണ്. അപ്പോൾ അത്ഭുതത്തിൻ്റെ ഇതാണ്. മിൻ ഫറത്തി ജഹ്ലിഹിം അവരുടെ അജ്ഞതയുടെ തീവ്രതയാലുള്ള ഒരു അത്ഭുതം. നഫ്യു പിന്നെ വനഫി മുഖാറബത്തിൽ ഫീലി ഒരു പ്രവർത്തനം അടുക്കലിനെ നിഷേധിക്കുക എന്നുള്ളത് അത് അശദ്ദു മിൻ നഫിഹി ആ പ്രവർത്തനത്തെ നിഷേധിക്കുന്നതിനേക്കാൾ ശക്തമായതാണ്. ഒരു പ്രവർത്തനം ചെയ്യാൻ അടുക്കൂല എന്ന് പറയുന്നത് കുറച്ചും കൂടെ അടുക്കൂല അല്ലേ, അതിന് അടുക്കലിനെ എന്ത് ചെയ്യുക, നഫി ചെയ്യാണ്, നിഷേധിക്കുകയാണ്. പ്രവർത്തിക്കാൻ അടുക്കൂല, മറ്റേ പറഞ്ഞാൽ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ പ്രവർത്തിക്കുകയില്ല എന്നതിനേക്കാൾ ശക്തിമത്താണ് പ്രവർത്തിക്കാൻ അടുക്കുക പോലില്ല. അവർ മനസ്സിലാക്കൂല എന്നല്ല, മനസ്സിലാക്കാൻ അടുക്കുകയില്ല. അപ്പോൾ കുറച്ചും കൂടെ ശക്തിക്കാണ് പറഞ്ഞത്. ഇനി അസാബക ഒന്ന് അസാബക നിനക്ക് വന്ന ഒന്ന്, അതാരോടെ ഹിതാബ്, അയ്യുഹലിൻ സയ്യിദ് മനുഷ്യനോട്. അപ്പം മനുഷ്യ നിനക്ക് വന്ന ഒന്ന്, മിൻ ഹസനത്തിൻ നന്മയാൽ, അപ്പം നിനക്ക് അതായത് ഹൈരിൻ നിനക്ക് എന്തെങ്കിലും ഗുണം വന്നാൽ ഫമിനല്ലാഹ് അത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണ്. അതത്ക അത് നിനക്ക് വന്നു, ഫളം മിൻഹു അള്ളാഹു എന്നുള്ള ഒരു ഔദാര്യം എന്ന നിലക്ക്. ഇനി ഒന്ന് അസാബക്ക നിനക്കത് എത്തി, അതെന്തിനാ, മിൻ സയ്യത്ത് എന്തെങ്കിലും ദോഷകരമായ സംഗതി, എന്തെങ്കിലും ബലിയത്ത് പരീക്ഷണം. ഫമിൻ നഫ്സിക് അത് നിൻ്റെ നഫ്സിൻ്റെ ഭാഗത്ത് നിന്നാണെന്ന് വിചാരിച്ചോ, അത് നിൻ്റെ സ്വന്തത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്. അങ്ങനെ അത് നിൻ്റെ അടുക്കൽ വന്നത് എന്താണ്, നീ പ്രവർത്തിച്ചപ്പോൾ, നീ പ്രവർത്തിച്ചപ്പോഴാണ് ഒന്നിനെ യസ്തൗജിബുഹ ആ സയ്യത്തിനെ നിർബന്ധമാക്കുന്ന ഒന്നിനെ നീ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഫലമായിട്ട് നിനക്ക് വന്നതാണ്. അപ്പോൾ അത് നിൻ്റെ കാരണമാണ്. മറ്റേത് അത് അള്ളാഹ് ഔദാര്യമായിട്ട് തരുന്നതാണ്. അങ്ങനെ പാപങ്ങളാണ്, നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവും അപ്പം വന്നാണ്. അർസൽനാക യാ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അങ്ങയെ നാം അയച്ചു, ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി, ഒരു റസൂലായ നിലക്ക്. അപ്പോൾ റസൂലായിട്ട് എന്ന് വെച്ചാൽ അയക്കപ്പെട്ടവരായിട്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ അയക്കപ്പെട്ടവരായിട്ട് അയച്ചു, അപ്പോൾ 2 വട്ടം അയക്കൽ വന്നല്ലേ. അപ്പോൾ ഇതെന്താണ്, ഹാലും മുഅക്കിദത്തുൻ മറ്റേതിന് ശക്തി പകരുന്ന ഹാലാണ്. അപ്പോൾ അയച്ചു, റസൂലായിട്ട് അയച്ചു, വേറൊന്നുമായിട്ടല്ല അയച്ച, റസൂലായിട്ട് തന്നെ അയച്ചു. അപ്പോൾ നമ്മുടെ തൗക്കീദിയല്ലേ, അർസൽനാക്ക് പറഞ്ഞ് ഇവിടെ വീണ്ടും റസൂല പറയുമ്പോൾ തൗക്കീദിയലാണ്. വഖഫാ ബില്ലാഹ് അല്ല മതി, ഷഹീദ എന്തായിട്ട് ബാഗ്സായിദ അല്ലേ, ഷഹീദായിട്ട് എല്ലാം കാണുന്നതിനായിട്ട് അല്ല മതി, എല്ലാം കാണും. അലാ റിസാലത്തിക്ക് അങ്ങ് റസൂലാണ് എന്നതിന് ഷാഹിദായിട്ട് സാക്ഷിയായിട്ട് അല്ല മതി.